ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. നമ്മെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഈശോയുടെ അനന്തമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈശോയുടെ തിരുഹൃദയം. ലോകം നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴും പരാജയങ്ങൾ നമ്മെ തളർത്തുമ്പോഴും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്ന കാരുണ്യത്തിൻ്റെ ഉറവിടമാണ് ഈശോയുടെ തിരുഹൃദയം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഒരു പ്രത്യേകത നിരുപാധികമായ സ്നേഹമാണ്, അൺകണ്ടീഷണൽ ലവ്. ലോകത്തിൻ്റെ സ്നേഹത്തിന് വ്യവസ്ഥകളുണ്ട്. സൗന്ദര്യവും പണവും പദവിയും ഉള്ളപ്പോൾ മാത്രം സ്നേഹിക്കുന്ന ഈ ലോകത്തിൽ നമ്മുടെ പാപങ്ങളും ബലഹീനതകളും അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മെ സ്നേഹിക്കുന്ന ഒരേ ഒരു ഹൃദയമേ ഉള്ളൂ. അത് ഈശോയുടെ തിരുഹൃദയമാണ്. കുരിശിൽ ആണിപ്പഴുതുകളേറ്റപ്പോഴും വിലാപ്പുറം കുത്തി തുറക്കപ്പെട്ടപ്പോഴും ആ ഹൃദയത്തിൽ നിന്നൊഴുകിയത് പ്രതികാരമല്ല, മറിച്ച് പാപികളായ നമ്മോടുള്ള ക്ഷമയും കരുണയുമാണ്. ഈശോയുടെ തിരുഹൃദയത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയമേ, വ്യവസ്ഥകളില്ലാതെ എല്ലാവരെയും സ്നേഹിക്കാൻ എന്നെ സഹായിക്കണമേ. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ധ്യാനപൂർവ്വം ഈ ചെറിയ പ്രാർത്ഥന 10 പ്രാവശ്യം നമുക്ക് ചൊല്ലാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.